9:30 കഴിഞ്ഞാൽ 10 കഴിഞ്ഞാൽ വിളിച്ച എനിക്ക് താളെന്ന് 7 മണിയായി 7:15 ആവുമ്പോ എണിച്ചിരുന്നു. ഞാൻ എണിച്ചു എണിച്ചു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ അങ്ങനെ ക്യാമറ കയ്യിൽ നിന്ന് നിലത്തി വെക്കുന്ന സമയത്തില് ഞാൻ പറഞ്ഞു ഏട്ടാ വേണ്ട മതി, അമ്പലത്തിന് പോയിട്ട് വീഡിയോ എടുത്തിടക്കുക. ഞാൻ പോലും ഇത്ര ഇതല്ല. ഉപ്പും മുളകും ലൈറ്റ് ദ ഫാമിലി വ്ളോഗേഴ്സ്. ഈ വ്ളോഗർ കുടുംബത്തിൽ നിന്ന് റീസെന്റ് ആയിട്ട് ഒളിച്ചോടിപ്പോയ രണ്ടാമത്തെ മകൾ കുഞ്ഞൻ എന്നറിയപ്പെടുന്ന നന്ദനെ പറ്റിയും നന്ദനയുടെ ഭർത്താവിനെ പറ്റിയിട്ടുമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. നന്ദനയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും കേൾക്കുന്നു അവൻ ഒരു മാന്ത്രികക്കാരനാണ്, അവനൊരു ചാത്തൻ സേവക്കാരനാണ്, അവൻ ഒരു മാക്കാൻ സേവക്കാരനാണ്, ഇങ്ങനെ പല കഥകളും കേൾക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. എനിക്ക് തെളിവ് സഹിതം നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് എനിക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അവനൊരു ചാത്തൻ സേവക്കാരനാണെന്ന് പറയുന്നതിനകത്ത് ഓരോ ആൾക്കാർ പറയുന്നുണ്ട്. എന്തിനാ പെൺകുട്ടിയുടെ ചേച്ചി തന്നെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു. പക്ഷെ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. എന്നാൽ അവനൊരു ഉടായിപ്പാണ് എന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ തെളിയിച്ചു തരാൻ ഇന്ന് എനിക്ക് പറ്റും. അതങ്ങോട്ട് തെളിയിക്കാൻ ഞാൻ പോവുകയാണെ. പ്രത്യേകിച്ച് കുറച്ച് മുമ്പ് ഏകദേശം ഞാൻ ഈ വീഡിയോ എടുക്കാനിരിക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പ് ഈ നന്ദനയുടെ ചാനലില് പുതിയ ചാനലൊക്കെ തുടങ്ങിയല്ലോ, നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ വേറെ ഹെവി കളിയായി അങ്ങോട്ട് 3 ചാനൽ. അപ്പോ ആയിക്കോട്ടെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടം. അവർ ചാനൽ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുവോ വാട്ടവർ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. പക്ഷേ ഈ പയ്യനെ പറ്റി ഇങ്ങനെയുള്ള കഥകൾ പലതും നമ്മളിങ്ങനെ കേട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചാനലിൽ ഈ നന്ദന ഇട്ട ഒരു വീഡിയോയിൽ, അത് ഇന്നത്തെ വീഡിയോ ആണെങ്കിലും ശരി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണെങ്കിലും ശരി, അവിടെ ഈ പയ്യനെ പറ്റി ഒരു കാര്യം നന്ദന പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നും കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഈ നന്ദന വളരെ തമാശ രീതിയിൽ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് കണ്ടു. ഇന്നത്തെ വീഡിയോയിലും ആ കുട്ടി ഇത് പറയുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒന്ന് തുറന്നു കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. തുറന്നു കാണിക്കാൻ ഇതെന്താ പുസ്തകമായി എന്തെങ്കിലും ആവട്ടെ, നിങ്ങളെ ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതായത് ഇവൻ മാക്കാൻ സേവക്കാരനാണോ എന്ന് എനിക്ക് അറിയില്ല, തെളിവില്ല. പക്ഷെ എന്തൊക്കെയോ കള്ളത്തരം ഇവന്റെ ഉണ്ട്. ഇവന്റെ മുഖം കാണുമ്പോൾ മുഖം കണ്ട് നമ്മൾ ഒരാളെ ഒരിക്കലും അളക്കാൻ നിൽക്കരുത്, അത് തെറ്റാണ്. എങ്കിൽ പോലും ചില ആളുകൾ അവന്റെ മുഖം അയ്യോ പാവം മുഖം, കുഞ്ഞു വാവ, എന്ത് നിഷ്കളങ്കമായ മുഖം എന്നൊക്കെ പറയുന്നത് കേട്ടു. ചില ആളുകൾ പറയുന്നു ഒരു ക്രൂക്കട് മുഖവാവന്റെ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളെ ഞാൻ കണ്ടേ ഈ കമന്റ് ബോക്സിൽ. അപ്പൊ എന്താണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പറയാൻ നിൽക്കുന്നില്ല. നേരെ മറിച്ച് ഇവരുടെ ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങളൊന്ന് കണ്ടോ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചോന്നറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ, ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ആണ് ഇവരൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ വീഡിയോയുടെ ആണെങ്കിലും ശരി നല്ല മിസ്ലീഡിങ് തംബ്നെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിലും ഒക്കെ ആയിരിക്കും നമ്മളൊക്കെ വെക്കുന്നത്. പക്ഷെ ഒരു ഫാമിലി വ്ളോഗിങ് ചാനലിൽ ഈ മിസ്ലീഡിങ് തംബ്നെയിൽസ് കൊടുക്കുന്നത് ഞാൻ വളരെ കുറവാണ് കണ്ടിരിക്കുന്നത്, വളരെ കുറവാണ്. ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനെ സ്ഥിരം ഈ ഫാമിലി വ്ളോഗേഴ്സിനെ അധികം, ഞാൻ ട്രാവൽ വീഡിയോസ് ആണ് കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരാൾ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അധികം ഫോളോ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും മിസ്ലീഡിങ് ഈ ഒരു ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, എന്തോ വലിയ പ്രശ്നമുണ്ട്, ആ കൊച്ചിന്റെ കാര്യം ഗോപി എന്തൊക്കെയോ ആ വീട്ടിൽ അച്ഛനും അമ്മയും വീണ്ടും, അതായത് ഇപ്പൊ അവര് ആ പയ്യന്റെ വീട്ടിലാണല്ലോ, അപ്പൊ അവിടെയും അച്ഛനും അമ്മയും എന്തൊക്കെയോ ചെയ്തു, ഇവരുടെ അവസ്ഥ ദയനീയം എന്നൊക്കെ ആയിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ വീഡിയോ പോയി നോക്കുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും ഇല്ല, പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല. ഇവർ അമ്പലത്തിൽ പോകുന്നു, അതും ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ചു നേരം ഇരുന്ന് എന്തൊക്കെയോ കഥ ഇങ്ങനെ ഇരുന്ന് പറയുക. ആ പറയുന്നതിന്റെ ഇടയ്ക്ക് ഈ കുഞ്ഞിന്റെ വായിൽ നിന്ന് ഒരു കാര്യം വീഴുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടേ ഇത്. എനിക്ക് പിന്നെ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും കഷ്ടപ്പാടില്ല. എഡിറ്റ് ചെയ്ത ഒരാളുണ്ടല്ലോ, എടുത്ത ഒരാളെ. സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഡേ മൈ ലൈഫ് ഞാനല്ല എന്റെ രാവിലെ ചേച്ചി കുഞ്ഞ് നമുക്ക് ഡേ മൈ ലൈഫ് എടുക്കാൻ തുടങ്ങും. അപ്പൊ എനിക്ക് മടി, വേണ്ട ഏട്ടാ വായി നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. 9:30 കഴിഞ്ഞാൽ 10 കഴിഞ്ഞാൽ വിളിച്ച എനിക്ക് താളെന്ന് 7 മണിയായി 7:15 ആവുമ്പോ എണിച്ചിരുന്നു. ഞാൻ എണിച്ചു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ അങ്ങനെ ക്യാമറ കയ്യിൽ നിന്ന് നിലത്തി വെക്കുന്ന സമയത്തില് ഞാൻ പറഞ്ഞു ഏട്ടാ വേണ്ട മതി, അമ്പലത്തിന് പോയിട്ട് വീഡിയോ എടുത്തിടക്കുക. ഞാൻ പോലും ഇത്ര ഇതല്ല. സത്യം പറഞ്ഞ ചാനലിട്ടായിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ പോലും ഇങ്ങനെയല്ല. അതാണ്. പിന്നെ സത്യം പറഞ്ഞ എന്റെ അമ്മയ്ക്ക് അത് നല്ല സപ്പോർട്ടാട്ടാ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ കുറെ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അല്ലേ. ഇന്ന് ഞാൻ രാത്രി ഫുഡ് കഴിക്കണമെന്ന് വീഡിയോ എടുക്കാൻ കഴിക്കണം എന്ന് എനിക്കില്ല.
കഴിക്കണമെന്ന് നിനക്കില്ലേ മോളെ, പക്ഷെ നീ കഴിക്കേ. അവൻ അതും കൂടെ വീഡിയോ എടുക്കട്ടെ, കണ്ടന്റ് അല്ലേ, അവൻ എടുക്കട്ടെ. നേരത്തെ 9 മണിക്ക് എണീക്കാത്തവനാ, ഇപ്പൊ 7 മണിക്ക് ചാടി കുത്തിയിരിക്കുക. വാ മോളെ എണീക്ക് എണീക്ക്, നീ എണീക്ക്, നമുക്ക് വീഡിയോ എടുക്കണം, നമുക്ക് വീഡിയോ എടുക്കണം, നമുക്ക് വീഡിയോ എടുത്തിട്ടെങ്കിൽ മാത്രമേ കാശ് കിട്ടത്തുള്ളൂ, മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ചേട്ടന് വേലയും കൂലിയൊന്നും ഇല്ല. ഒന്ന് ആലോചിച്ചേ നിങ്ങള്. ഇത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും ഈ സെയിം സാധനം തന്നെ ഈ കുട്ടി പറയുന്നുണ്ട്. അവള എങ്ങോട്ട് നടന്നാലും അവൻ ക്യാമറയും കൊണ്ട് മറ്റേ പുറകെ ചെല്ലും വീഡിയോ എടുക്കാൻ. ഒന്ന് ആലോചിച്ച നിങ്ങള്. എനിക്ക് ഇതിനകത്തൊന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയോ, നിങ്ങൾ വേണമെങ്കിൽ അതും കൂടി ഒന്ന് കേക്ക്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും കൂടെ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഞാനത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം ഒരു വിഷയത്തിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് കണക്ട് ആവും. നിങ്ങൾ കുറെ പേരും ഇത് ചിലപ്പോൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് കേക്ക് നിങ്ങൾ ബാക്കിയും കൂടെ. വീഡിയോ എടുക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏട്ടനോട് എന്ന് പറയുമ്പോൾ ഏട്ടൻ ഞാൻ നടക്കുമ്പോൾ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഫുള്ള് വീഡിയോ എടുത്ത് നടക്കില്ല. പിന്നെ എഡിറ്റ് ചെയ്യാനും എനിക്കറിയാം, ഒക്കെ എഡിറ്റ് ചെയ്യും. അതുകൊണ്ട് സമാധാനമുണ്ട് അല്ലേ? പിന്നല്ല, കൊച്ചിനെന്തായാലും ഹാപ്പിയാണ്, കൊച്ചു ഹാപ്പിയാണ്. കാരണം വേറൊന്നുമല്ല, കൊച്ചിനധികം കഷ്ടപ്പാടൊന്നുമില്ല. ഏട്ടൻ തന്നെ വീഡിയോ എടുത്തോളും, ഏട്ടൻ തന്നെ എഡിറ്റ് ചെയ്തോളും, കുഞ്ഞ് ചുമ്മാ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ബാക്കി എല്ലാം അവനങ്ങ് ചെയ്യും. അപ്പൊ എനിക്ക് വന്നൊരു സംശയം, ഇവന് വേറെ ജോലിയൊന്നും ഇല്ലേ? ലൈക്ക് എൻ്റെ ഒരു ഡൗട്ടാണ്. ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ചാനൽ ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു കഴിയുമ്പം ഓക്കെ, ഇവളെ കുറെ പേർക്ക് അറിയാം, അപ്പൊ ഇവളുടെ ഒരു ചാനലിലൂടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടും. അത് പ്രതീക്ഷിച്ചിട്ടാണോ ഇവൻ ആ കൊച്ചിനെ കൊണ്ട് വീട്ടിലോട്ട് വന്നത്? അതിന് മുമ്പ് ഇവന് സ്വന്തമായിട്ട് ചാനലൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവന് ഒരു ചാനലുണ്ട്, അപ്പൊ ആ കൊച്ചിനൊരു ചാനലുണ്ട്, അപ്പൊ അതിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്ത് അവളുടെ പുറകെ നടക്കുന്നു, മനസ്സിലാക്കാം. ഇത് ഇത്രയും കാലം അപ്പൊ ഇവൻ എങ്ങനെയാ ജീവിച്ചത്? എൻ്റെ ഒരു സംശയമാണ്, ഇത്രയും കാലം എങ്ങനെയായിരുന്നു ജീവിച്ചത്? എനിക്കറിയത്തില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു ഡൗട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ പെൺകൊച്ചിനെ ഇറക്കിക്കൊണ്ട് വരാൻ തന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കൊച്ചിനെ കുറച്ച് പേർക്ക് അറിയാം. അപ്പൊ അതിന്റെ ചാനൽ, അതിന്റെ പേരിൽ ഈ ഒരു ആദ്യം ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ 2-3 വീഡിയോ ഇട്ടു, അങ്ങോട്ട് കയറി കത്തി കുടുംബ പ്രശ്നം. എന്നാൽ ഒരു പരിധി കൂടുതൽ അവരുടെ ഭാഗത്തുനിന്ന് അവരൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതുപോലുള്ള ടൈറ്റിലുകൾ കൊടുത്ത് അപ്പൊ എല്ലാവരും പോയി നോക്കും, ഓക്കെ എന്തോ പ്രശ്നമുണ്ട് കേൾക്കാം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് ഒന്നുമില്ല. പക്ഷെ അത് കണ്ട് ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് കയറും. ബുദ്ധി കൊള്ളാം മോനെ, നിന്റെ ബുദ്ധി കൊള്ളാം. നാട്ടുകാർ പറയും ചിലപ്പോൾ നീ കൂടോത്രക്കാരനാണ്, മന്ത്രവാദിയാണ്, മാന്ത്രികനാണ്. പക്ഷെ ഞാൻ അതൊന്നും അല്ല പറയുന്നത്. ഇവനൊരു ഒരു ഒരു ബുദ്ധിമാനായ തട്ടിപ്പുകാരനാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. ഇവനെ മന്ത്രവാദം, മറ്റേ സാധനങ്ങൾ, വാട്ടെവർ. എന്റെ കമന്റ് ബോക്സിലൊക്കെ ഒരു കമന്റ് ഈ ഒരു വീഡിയോ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗുളികൻ വന്നോന്നും ചോദിച്ചൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. 178 ലൈക്കാണ് അതിനെ വന്നിരിക്കുന്നത്. വേറെ പിന്നെ ബി ഹാപ്പി ഓൾവേസ്, ഇത്രയും ഒരു 1 ലക്ഷം 2 ലക്ഷം വ്യൂസ് ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷെ കമന്റുകളില്ല. എനിക്ക് അതിനകത്തൊന്നും മനസ്സിലായത്, ഈ കുട്ടൻ തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് കൊച്ചു പറയുന്നതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇവൻ തന്നെ ആയിരിക്കും ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്നത്. ഇവൻ നെഗറ്റീവ് വരുന്ന എല്ലാം അങ്ങോട്ട് അടിച്ച് കളയുവാണെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായല്ലോ? ഒരെണ്ണം പോലും അവൻ ഇടിയിക്കുന്നില്ല. പോസിറ്റീവായിട്ടുള്ള കുറച്ചൊരു 10-28 എണ്ണം അവിടെ കാണും, ബാക്കി എല്ലാം കളയും. പിന്നെ ഇങ്ങനത്തെ ടൈറ്റിലുകൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾ പോയി കാണും. മനസ്സിലായില്ലേ? എന്നാൽ അതിനകത്തൊന്നും ഇല്ല. എന്തിനാടാ മോനെ നീ ഇങ്ങനെ? ഞാനിപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, ആ അച്ഛനമ്മയും പറഞ്ഞതിനകത്ത്, അല്ലെങ്കിൽ ആ പൊന്നു എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നതിനകത്ത് എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ കൂടുതലൊന്നും, അത് നമുക്കും പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ അറിയാം. അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയാടാ മോനെ, നിന്റെ ഈ കയ്യിരിപ്പും നിന്റെ ഈ കാട്ടായവും കാണുമ്പോഴത്തേക്ക്. ഇല്ലെങ്കിൽ എടാ, സാധാരണ നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ വൈഫിനെ കുറച്ചുകൂടെ ഒന്നൊന്ന് ഉത്തേജിപ്പിച്ച് അവളെ കൊണ്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്യിപ്പിച്ച് നീ നിന്റെ പണിക്ക് പോകണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നീ പറ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, ഞാൻ ഇത് നോക്കിയാണ് ഇരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചാനലിനകത്തൂടെ കയറി കത്തിക്കാം, പിന്നെ ഞങ്ങൾ സെറ്റായി. ആ ഒരു മൂഡാണെങ്കിൽ ഓക്കേടാ, ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല, നീ അത് ചെയ്തോ. പക്ഷെ നമ്മൾ നിന്നെ മറ്റേ പ്രോത്സാഹിപ്പിക്കാനോ താങ്ങാനോ ഒന്നും വരത്തില്ല. ആ വീട്ടുകാർ പറഞ്ഞതൊക്കെ തന്നെ നമ്മളങ്ങ് നമ്പും. മൊത്തത്തിൽ ഒരു ഉഡായിപ്പ് മയം അത് ഉള്ളവരാണ് നീ. മനസ്സിലായില്ലേ? കരുതിക്കൂട്ടി ആ കൊച്ചിനെ വിളിച്ചിറക്കി സെറ്റ് ചെയ്ത്, അതും വേറെ പല കഥകൾ അതിന്റെ പുറകിലുണ്ട്. വേണ്ട, ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയ ഇങ്ങനെ ഒരു പരിപാടി? എനിക്ക് ഇങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് തോന്നിയത് ഇവരുടെ ഈ ഒരു കാട്ടായം കണ്ടപ്പോഴത്തേക്ക്. കഴിഞ്ഞ വീഡിയോയിലും ഈ കൊച്ചു അത് വലിയ കാര്യത്തോടാ പറയുന്നത്, എനിക്ക് കഷ്ടപ്പാടൊന്നും ഇല്ല. ഈ വീഡിയോയിലും പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ. അപ്പൊ മറ്റേ ഫോഴ്സ് ചെയ്യുക, 7:30 ആകുമ്പോഴത്തേക്ക് ഉണർന്നെണീറ്റിരിക്കുക. ബാ മോളെ ബാ, നമുക്ക് വീഡിയോ എടുക്കാം,
അന്നം ഇല്ല, അന്നം കിട്ടത്തില്ല. അരി അരി മറ്റേ അരി അരി വേണം. മാസാവസാനം 21-ാം തീയതി ആകുമ്പോൾ കാശ് വേണ്ടേ? ഇല്ലെങ്കിൽ പട്ടിണിയാവും നമ്മൾ. ആ മൂഡിൽ കൊച്ചിനെ ഇറക്കിക്കൊണ്ട് ഇനിയിപ്പം നിങ്ങൾ കണ്ടോണം. ഈ കൊച്ചിനെ വെച്ച് മാക്സിമം ചാനൽ ഓടിക്കുക, അതിനകത്തൊന്ന് കിട്ടുന്ന വെച്ച്. അതാണ് അവനെ കൊണ്ട് ഒരു പരിധിക്കുള്ളിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ? അവളുടെ ഇനിയും അവൾ പറഞ്ഞ കണക്ക് മറ്റേ അവളുടെ പുറകെ ഇങ്ങനെ ക്യാമറയും കൊണ്ട് നടന്ന് അവൾ അനങ്ങുന്നതും തിരിയുന്നതും എല്ലാം അവനെടുക്കും, ഇടും, അതിനകത്തുനിന്ന് കിട്ടും, പോക്കറ്റിൽ നിറയ്ക്കും, നടക്കും. അതായിരിക്കാം സംഗതി. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായത് അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്.